Hello everyone, welcome to a new video. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ 2025 മാത്സ് മോഡൽ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓക്കെ, കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളുടെ ആൻസർ കീ മൊത്തമായിട്ട് കിട്ടും. നിങ്ങൾക്ക് ആൻസർ ആയിട്ട് PDF ആയിട്ട് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ലിങ്കിൽ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം, ചെക്ക് ചെയ്യാം, പഠിക്കാം. എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ എക്സ്പീരിയൻസ്? എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ് കമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി, നിങ്ങളൊരാൾ ചിലപ്പോൾ വിചാരിക്കുന്നുണ്ടോ ഭയങ്കര ടഫായിരുന്നു, ഞാൻ മാത്രമാണ് പഠിക്കാതെ പോയത്, ഞാൻ മാത്രമാണ് ഇത് ചെയ്യാൻ പറ്റാത്തത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എല്ലാവർക്കും പറ്റിയ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. ഇനിയും നമുക്ക് ദിവസങ്ങളുണ്ട് ഫൈനൽ എക്സാമിന്, അതിനുവേണ്ടി അടിപൊളിയായിട്ട് ഞാൻ പഠിപ്പിച്ചു തരും. ഡോണ്ട് വറി. അപ്പോൾ പ്രോപ്പറായി പഠിച്ചവർക്ക് തിയറി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, കാരണം ഈ പ്രാവശ്യത്തെ എക്സാം ഇപ്പോൾ കോർഡിനേറ്റ്സും ട്രിഗ്നോമെട്രിയും സർക്കിളും എല്ലാം കൂടി കൂട്ടിയിട്ടൊക്കെ ചോദ്യങ്ങളുണ്ട്. ഓക്കെ, മിക്സ് കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു ചാപ്റ്റർ വിട്ടു, ഒരു ചാപ്റ്റർ പഠിച്ചില്ല, മറ്റേ ചാപ്റ്റർ കുറച്ച് പഠിച്ചു, അങ്ങനെയൊന്നും പറ്റില്ല. എല്ലാം നന്നായിട്ട് പഠിച്ചു പോയാലേ നമുക്ക് A+ ടാർഗറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ A+ മേടിക്കാൻ വേണ്ടിയിട്ട് ഓൾ ദി ബെസ്റ്റ് മക്കളെ. അതിനുവേണ്ടി എല്ലാം പഠിപ്പിച്ചു തരുന്നതായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം മക്കളെ, നിങ്ങൾക്ക് ശക്തി റിവിഷൻ ബാച്ചിൽ ജോയിൻ ചെയ്തിട്ട് ഫുള്ളായിട്ട് അടിപൊളി പഠിക്കണമെങ്കിൽ ഓക്കെ, ഷോർട്ട് നോട്ട്സും അതേപോലെ PYQs വെച്ച് പഠിക്കണം. ആൻഡ് ഫുൾ ക്ലാസ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് 799 ഉള്ളൂ. ഇനി നിങ്ങൾക്കത് ഫ്രീ ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ എക്സാമിൻ്റെ +1 അഗ്നി ബാച്ച് അല്ലെങ്കിൽ JEE ബാച്ച്, കൊമേഴ്സ്, നീറ്റ് ഏത് ബാച്ചിൽ ജോയിൻ ചെയ്താലും നിങ്ങൾക്ക് SSLCയുടെ ക്ലാസ് ഫ്രീ ആയിട്ട് കിട്ടുന്നുള്ള കാര്യം ഓർക്കണം. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള വേഗം അഡ്മിഷൻ എടുത്തു താഴത്തെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, പിന്നെ മക്കളെ സോറി ഫോർ ദ മോശം ലൈറ്റിംഗ്. ഇതൊരു പുതിയ സ്റ്റുഡിയോ ആണ്, അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പം ഓഡിയോ ഒന്നും അത്ര പ്രശ്നമില്ലാന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വളരെ സിമ്പിളാണ്, വളരെ സിമ്പിൾ. ഇൻ ദി അരിത്തമെറ്റിക് സീക്വൻസ് ഫസ്റ്റ് ആൻഡ് ഫോർത്ത് ടേം ആർ മിസ്സിംഗ്. ഇത് നമ്മൾ കണ്ടുപിടിക്കണം. ഇത് നമ്മൾ കണ്ട ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. പണ്ടൊക്കെ ചോദിക്കുന്നത് എങ്ങനെയാണ്, 5 എന്താണ് 15 ഇങ്ങനെ ചോദിക്കും. ഓക്കെ, അത് നമുക്ക് കണ്ടുപിടിക്കാൻ സിമ്പിളായിരുന്നു. അതേപോലെ തന്നെ ഇവിടെ എന്താണ് കോമൺ ഡിഫറൻസ് എന്താണ്, +6. ഇവിടെ ഒരു +6 ഇട്ട് കൊടുത്താൽ 22 കിട്ടി. ഇവിടെ എന്താണ് 6 ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ 10 ഇടുന്നു, അപ്പോൾ 4+. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ 4ഉം 22 എഴുതിയ ആൻസർ കിട്ടി. 4ഉം 22 എഴുതിയ ആൻസർ കിട്ടി. സിമ്പിൾ ലോജിക്, വേറെ എക്സ്പ്ലനേഷൻ ഒന്നും വേണ്ട. ഇവിടെ നമുക്ക് പ്രോബബിലിറ്റി സാധ്യതകളുടെ കാര്യത്തിൽ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. നമ്മളിങ്ങനത്തെ കണ്ടിട്ടുണ്ട്. ഇവിടെ 8 കള്ളികളുണ്ട്, എല്ലാം ഈക്വൽ ഷേപ്പാണ്. ഇൻസൈഡ് ദ റീജിയൻ 2 ഉള്ളൂ അല്ലേ. അപ്പം 2 ടോട്ടൽ 8, ആകെ 8 ഉണ്ട്. അപ്പോൾ 1/4 ഫസ്റ്റ് ആൻസർ. സിംപ്ലിഫൈ ചെയ്യാണ് എപ്പോഴും നല്ലത്. ആൻഡ് P എന്താണ്, സെക്കൻഡ് എന്താണ്, ഔട്ട്സൈഡ്. ഔട്ട്സൈഡ് എന്ന് പറയുമ്പോൾ 1 2 3 4 5 6 ഭാഗം പുറത്താണ്, ഡിവൈഡ് ബൈ 8. അപ്പോൾ 3/4, 6/8 3/4. ഔട്ട്സൈഡ് 3/4, ഇൻസൈഡ് 1/4. സിമ്പിൾ ക്വസ്റ്റ്യൻസ്. പിന്നെ മക്കളെ, നിങ്ങൾക്ക് സ്കൂളിൽ പഠിപ്പിക്കാത്ത കുറേ അടിപൊളി കാര്യങ്ങൾ, ഫൈനാൻസും നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ജേർണി, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ പഠിപ്പിച്ചു തരാൻ വേണ്ടി ഒരു കുഞ്ഞു ചാനൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളെല്ലാവരും സപ്പോർട്ട് വേണം. നിങ്ങൾക്ക് ലൈഫിൽ വളരെ അത്യാവശ്യ ഒരു കാര്യം തന്നെയാണ് അതിൽ പഠിപ്പിക്കുന്നത്. ഓക്കെ, അപ്പം ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. തേർഡ് ക്വസ്റ്റ്യൻ. ഇത് ഭയങ്കര ടഫൊന്നുമില്ല, പക്ഷേ എനിക്ക് ഈ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കിയ ആൾക്കാരെ സമ്മതിക്കണം. പുതിയ വെറൈറ്റി ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഔട്ട് ഓഫ് സിലബസ് ഒന്നുമല്ല, പക്ഷേ പുതിയ വെറൈറ്റി വന്നിട്ടുണ്ട്. നമ്മൾ കാണാത്ത ടൈപ്പ് ഡയഗ്രാംസ് ഒക്കെ വന്നിട്ടുണ്ട്. അത് ശരിക്കും നല്ലതാണ്. ഓക്കെ, നമ്മൾ കുട്ടികൾക്ക് അത് ബുദ്ധിമുട്ടാണെങ്കിലും പക്ഷേ കാണാൻ രസമുണ്ട്. ഓക്കെ, കുട്ടികൾക്ക് നിങ്ങൾക്ക് തേർഡ് ക്വസ്റ്റ്യനൊക്കെ എങ്ങനെ ഉണ്ടായതെന്നും പറയാം, പ്രത്യേകിച്ച് ട്രിഗ്നോമെട്രിയിലേക്ക് വരുന്നത്. ഓക്കെ, ഇങ്ങോട്ട് നോക്കാം. ഈ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ABCD ആർ ടാൻജൻസ് ടു ദ സർക്കിൾ. ഓക്കെ, ABCD ടാൻജൻസ് ആണ്. ഈ സെയിം ടൈപ്പ് കണ്ടില്ല എന്നുള്ളത്, പക്ഷേ നമ്മൾ ഇങ്ങനത്തെ കുറേ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട് അല്ലേ. ഇത് AB-യും ഇതും ടാൻജൻ്റ് ആണെന്ന് പറഞ്ഞു. ആൻഡ് ഇവിടെ 90 ഡിഗ്രി. ഓക്കെ, ഇവിടെ 90 ഡിഗ്രി തന്നു പറഞ്ഞു. ഓക്കെ, ആംഗിൾ A90 എന്ന് പറയുന്നു. DQ എന്ന് പറയുന്നത് ദുൽഖർ 8 സെൻറ്റിമീറ്റർ ആണ്. ആൻഡ് AD എന്ന് പറയുന്നത് എത്രയാണ് മക്കളെ, ഇത് മൊത്തം 14 പറഞ്ഞു. മൊത്തം 14. ഓക്കെ, ഫൈൻഡ് ദ ലെങ്ത് ഓഫ് DP. ഇതെങ്ങനെ കിട്ടിയത്, DP-യും DQ-യും ഈക്വൽ. കാരണം എന്താണ്, ഡിയിൽ നിന്നുള്ള ഈ 2 ടാൻജൻറ്റ്. ഓക്കെ, ഇത് ടച്ച് ചെയ്ത് പോകുന്നല്ലേ ഉള്ളൂ. അപ്പം ദാറ്റ് ഇസ് എ ടാൻജൻറ്റ്. അപ്പോൾ ഇവിടെ 8 ആണെങ്കിൽ ഇതും 8 ആണ്. വളരെ സിമ്പിൾ. ഓക്കെ, അത് കിട്ടി. അപ്പോൾ ഇത് 2 ഈക്വലാണ്. 2 ടാൻജൻസ് ഫ്രം ദ എക്സ്റ്റേണൽ പോയിന്റ് ടു ദ സെയിം സർക്കിൾ ആർ ഈക്വൽ. ഓക്കെ, അപ്പോൾ 8 സെൻറ്റിമീറ്റർ കിട്ടി. ഇനി അടുത്ത് എന്താ, AD = AP. ഇത് മക്കളെ ഇത് മൊത്തം 14. ഇവിടെ 8 ആണെങ്കിൽ ഇവിടെ 6 സെൻറ്റിമീറ്റർ വരും അല്ലേ. ഇവിടെ 6 സെൻറ്റിമീറ്റർ നമുക്ക് AP കിട്ടി. ആൻഡ് എന്തുകൊണ്ടാണ് ഞാൻ AP കണ്ടുപിടിക്കാൻ പോയത്, ഇവിടെ നിങ്ങൾ കാണാൻ പറ്റും ഒരു സ്ക്വയർ ഉണ്ട്. ഇത് 90 ഡിഗ്രി. ഓക്കെ, ഇവിടേക്ക് വരച്ചാൽ 90 ഡിഗ്രി കിട്ടും. എല്ലാം 90 ഡിഗ്രി ആയ ക്വാഡ്രിലാറ്ററൽ എന്ന് പറയുമ്പോൾ സ്ക്വയറാണ്. അപ്പോൾ ഇതും ഈക്വലാണ്. അപ്പോൾ ഇവിടെ 6 6 6 6. വളരെ സിമ്പിൾ. അങ്ങനെ എല്ലാത്തിനും ആൻസർ കിട്ടി. ഇങ്ങനെയാണ് കിട്ടുക. ഓക്കെ, അപ്പോൾ വളരെ സിമ്പിൾ ക്വസ്റ്റൻ ആണ്. ഇങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ എക്സ്പീരിയൻസ് കമൻറ്റ് ചെയ്യാം. ഓക്കെ, ഇനി ABCD പാരലൽ നമ്മൾ എപ്പോഴും ഡിസ്കസ് ചെയ്യുന്നത്, എല്ലാം ലൈവിലും ഞാൻ ഡിസ്കസ് ചെയ്ത് ഉറപ്പിച്ച് പറയുന്ന ക്വസ്റ്റൻ ആണ് നമ്മുടെ ജോമെട്രി ആൻഡ് ആൽജിബ്ര വരുന്നത് അല്ലേ. 3 അറ്റങ്ങൾ തരുന്നു, 4ാമത്തെ അറ്റം കണ്ടുപിടിക്കണം. വളരെ സിമ്പിൾ. അടുത്തുള്ള 5ഉം 9ഉം ആഡ് ചെയ്യുക, മൈനസ് ഓപ്പോസിറ്റ് ആൾ 4, സോ 10 കിട്ടി. അതേപോലെ 4ഉം 3 ആഡ് ചെയ്യുക, മൈനസ് ഓപ്പോസിറ്റ് ആൾ 1, ആൻസർ കിട്ടി 6. 10,6. വളരെ സിമ്പിൾ.
കൺസ്ട്രക്ഷൻ നമുക്കറിയാം സർക്കിളിൽ നിന്നും വരും, ടാൻജന്റിൽ നിന്നും വരും. അതുകൊണ്ട് തന്നെയാണ് ഈ ചാപ്റ്റേഴ്സിന് കൂടുതൽ മാർക്ക് വരാൻ കാരണം. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ചു എന്താണെങ്കിലും പോകണം. ഓൾ കൺസ്ട്രക്ഷൻസ് ലൈവ് നിങ്ങൾക്ക് ഇപ്പോഴും അറിയില്ലെങ്കിൽ എന്താണെങ്കിലും പഠിക്കുക. അതിൻ്റെ ലൈവിൻ്റെ ഒരു ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് താഴെ, അത് പോയി കാണാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാം കൺസ്ട്രക്ഷൻ പഠിപ്പിക്കും. ആൻഡ് പ്രത്യേകിച്ച് ഒരു ഇതിൽ വന്ന ഒരു സീനായ കൺസ്ട്രക്ഷൻ ഉണ്ട്. അത് പൊതുവേ ഒരു ടീച്ചേഴ്സ് പഠിപ്പിക്കാറില്ലാത്തതാണ്, കാരണം പൊതുവെ കാണാറില്ലാത്തതാണ്. പക്ഷേ ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. അതിന് കൃത്യമായ മെത്തേഡ്, ഉടായ്പ മെത്തേഡുള്ള കൃത്യമായ മെത്തേഡ് ആ ലൈവിലുണ്ട്, ഞാൻ കാണിച്ചിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഓക്കെ, അത് കണ്ടുപോകണം. ഡ്രോ ട്രയാങ്കിൾ ഓഫ് സർക്കം സർക്കിളാണ്, അപ്പോൾ ട്രയാങ്കിൾ ഉള്ളിലാണ്. ഓക്കെ, ഓഫ് ആംഗിൾ 55 and 60. സി ഇങ്ങനെ അര ആംഗിൾ കണ്ട അപ്പോൾ ഉറപ്പിച്ച് അതിൻ്റെ ഡബിൾ എടുക്കണം. ഓക്കെ, 55ൻ്റെ ഹാഫിന് ഡബിൾ നമ്മൾ നടുക്കിലോട്ട്. സി 55 എനിക്ക് ഇവിടെ വരയ്ക്കാൻ പറ്റില്ല, അപ്പോൾ ഞാൻ നടുക്കിൽ അതിൻ്റെ ഡബിൾ എടുക്കുന്നു. 62.5 എന്ന് പറഞ്ഞാൽ 125, നടുക്കിൽ 125 ഇവിടെ തരും. ഓക്കെ, ഇത് വളരെ സിമ്പിളാണ്. നിങ്ങൾ സർക്കിൾ വരയ്ക്കുന്നു, റേഡിയസ് 3, നടുക്കിൽ ഇവൻ്റെ ഡബിൾ ആംഗിൾസ് എടുക്കുന്നു, ഒരു ബെൻസ് ലോഗോ വരയ്ക്കുന്നു, ട്രയാങ്കിൾ വരയ്ക്കുന്നു, കഴിയും. സിമ്പിൾ കൺസ്ട്രക്ഷൻ. ഇനി നമ്മുടെ 36 എന്നുള്ള ചോദ്യം രസകരമായ ചോദ്യം. 5 students ആർ ഗിവൺ ബിലോ, ഇൻക്രീസിങ് ഓർഡറിലാണ്. അപ്പോൾ എക്സ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണ്? മീഡിയൻ 34 പറഞ്ഞു. എന്താണ് മീഡിയൻ? 34. ഓക്കെ, എന്താണ് മധ്യമമാർഗ്ഗം 34. അപ്പോൾ നിങ്ങൾ നോക്കേണ്ടത് 5 ആൾക്കാരുണ്ടെങ്കിൽ 5 പേരുള്ള കയ്യിൽ നിങ്ങളുടെ നടുക്കിലേതാ? ഇവനല്ലേ? ഓക്കെ, അപ്പോൾ ഇവൻ എന്താണ്? മൂന്നാമത്തെ ആളാണ് മീഡിയൻ. അപ്പോൾ ഇവിടെ മൂന്നാമത്തെ ആൾ എക്സ് ആണ്. എക്സ് മീഡിയൻ എന്ന് പറഞ്ഞ് നമ്മൾ കണ്ടുപിടിച്ചു. ക്വസ്റ്റനിൽ പറഞ്ഞ മീഡിയൻ 34, 2 ഇക്വേറ്റ് കഴിഞ്ഞു. വാട്ട് ഇഫ് ദ മീഡിയൻ, ഫൈൻഡ് ദ മീഡിയൻ മാർക്ക് ഇഫ് 41 is added. ഈ ഗ്രൂപ്പിൽ ഞാനിപ്പോൾ 41 എന്ന നമ്പറും കൂടി ആഡ് ചെയ്തു. അപ്പോൾ എന്താ സംഭവിക്കുക? 41 ഏറ്റവും വലുതാണ്, അപ്പോൾ ഏറ്റവും അപ്പുറത്തിട്ടു. 29 കൂട്ടുമ്പോൾ 6 ആൾക്കാരുള്ളപ്പോൾ ഈവൺ ആണ്. ഈവൺ ആകുമ്പോൾ എന്താ സംഭവിക്കുക? 6ൻ്റെ പകുതി മൂന്നാമത്തെയും 4ാമത്തെ ആളെടുക്കുക, അവരുടെ ആവറേജ്. മൂന്നാമത്തെ 4ാമത്തെ ആളുടെ നടുക്കിൽ വരെ 35 വരിക, മിഡ് പോയിന്റ് കണ്ടുപിടിക്കുക. സിമ്പിൾ. ഇങ്ങനെയാണ് ചെയ്യുക. എല്ലാവരും കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ കുറേ ആൾക്കാർ മിസ്റ്റേക്ക് ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്, കാരണം അങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയത് കേട്ടോ. ശ്രദ്ധിച്ചോ, വളരെയധികം മിസ്റ്റേക്ക് ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. നമ്മളെല്ലാവരും വിചാരിക്കും കറക്റ്റാണ് ചെയ്തത്. നോക്കിയോ, ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട്. ഇവിടെ വളരെ സിമ്പിളാണ്. ഇവിടെ നമുക്ക് ഫസ്റ്റ് OA ചോദിച്ചു. OA എന്ന് പറയുമ്പോൾ ഒറിജിനിൽ നിന്ന് ഇങ്ങോട്ടേക്ക് എടുത്ത് 5 യൂണിറ്റ്സ് ആണ്, കാരണം 5 ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക. AB ൻ്റെ ലെങ്ത് കണ്ടുപിടിക്കുക. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഉപയോഗിക്കുക. 45, 90. ഇവിടെ 5, ഇവിടെ 5, ഇവിടെ 5√2 കിട്ടി. ഓക്കെ, ഇനി കോർഡിനേറ്റ് ഓഫ് പോയിന്റ് C. അപ്പോൾ നമ്മൾ വളരെ സിമ്പിൾ. ഇവിടെ 5 ഉണ്ട്, ഇത് ഇങ്ങോട്ടും 5 ആണെന്ന് എഴുതി വെച്ചിട്ട് കുറേ ആൾക്കാർ 10,0 ഉപയോഗിക്കും. ഇതൊരു കോമൺ മിസ്റ്റേക്കാണ്, കാരണം ക്വസ്റ്റ്യൻ അങ്ങനെ നിങ്ങൾ ഡിസൈഡ് ചെയ്തിരിക്കുന്നത് പറ്റിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ നിങ്ങൾ ആലോചിക്കേണ്ടത് ഇങ്ങനെയാണ്. OA ആണോ സർക്കിളിൻ്റെ റേഡിയസ്? ഇതും റേഡിയസ് ആണോ? അല്ല. അതാണ് AC റേഡിയസ് ആണ്, പക്ഷെ വേറെ ഏതാ റേഡിയസ്? AB ആണ് റേഡിയസ്. അപ്പോൾ ഇവിടെ 5√2 ആണെങ്കിൽ അത് തന്നെയാണ് ഇവിടെയും വരിക. അപ്പം ഇവിടെ 5 യൂണിറ്റ്സ്. ഓക്കെ, ഇവിടെ 5 യൂണിറ്റ്സ്, ഇവിടെ 5√2 യൂണിറ്റ്സ്. ആ കാര്യം മറക്കരുത്. അപ്പോൾ അതാണ് 5 + 5√2. അപ്പം അത് നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാൻ, ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ വരാത്തതുകൊണ്ട് നേരത്തെ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ വേണ്ടി ഒരു സർക്കിൾ ഇങ്ങനെ വരച്ചുതരാം. അപ്പോൾ ഏകദേശം ഒരു ഐഡിയ. ഇത് നോക്കിയാൽ മാച്ച് ആവുന്നുണ്ടോ? നോക്കിയേ, OA ആണോ റേഡിയസ്? അല്ല, ഇങ്ങോട്ട് കുറച്ചുകൂടി വരുന്നുണ്ട്. ഇവനാണ് ഈക്വൽ. അപ്പോൾ ഇവിടെ 5√2, ഇവിടെ 5√2, ഇവിടെ 5√2 ആണ്. ഇതാണ് റേഡിയസ്. ഓക്കെ, അപ്പോൾ 5 ഇവിടെ വരുന്നുണ്ട് പ്ലസ് 5√2. അപ്പോൾ അതങ്ങനെ ആഡ് ചെയ്ത് എടുത്ത് വെച്ചാൽ 5 × 1 + √2 എന്ന് എഴുതാനും പറ്റും. ഇതാണ് കോർഡിനേറ്റ്സ് വരിക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 6th. അതാ സം ഓഫ് ഫസ്റ്റ് 5 ടേംസ് വന്നിട്ട് 70. അപ്പോൾ നമുക്ക് തേർഡ് ടേം വളരെ സിമ്പിളായിട്ട് കണ്ടുപിടിക്കാം. 5 × തേർഡ് ടേം, മിഡിൽ ടേം എക്സ് എന്താണ്? 14. ഓക്കെ, ഇത് സം ഓഫ് എന്താണ് ഓഡ് ടേംസ് ആകുമ്പം ആ നമ്പർ ഇൻറ്റു മിഡിൽ ടേം. ഓക്കെ, അത് നമ്മൾ ഡിസ്കസ് ചെയ്ത സിമ്പിൾ ഫോർമുല എപ്പോഴും വരുന്ന. 6th ടേം ചോദിക്കുന്നുണ്ട്. രസകരമായ കാര്യം, 5 ആൾക്കാരുടെ സമ്മും 6 ആൾക്കാരുടെ സമ്മും തന്നു. ഓക്കെ, തുക നോക്കിയാൽ 6 ആൾക്കാരുടെ സമ്മിൽ നിന്ന് ഈ 5 ആൾക്കാരുടെ സം ഇവൻ ഒഴിവാക്കിയാൽ 6ാമത്തെ ആൾ കിട്ടില്ലേ? 6th ടേം നേരെ കിട്ടും. അതിനാണ് ഈ ഡയഗ്രാം വരച്ച് കിട്ടുന്നുണ്ടല്ലോ, കണ്ടല്ലോ. ഓക്കെ, അപ്പം അതിൽ നമുക്ക് 26 ആണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം. 26 കിട്ടി. ഇനി നമുക്ക് തേർഡ് ടേമും 6th ടേം പറയാൻ TD/PD ഉപയോഗിച്ചിട്ട് കോമൺ ഡിഫറൻസ് 4 കണ്ടുപിടിച്ചു. സിമ്പിൾ. ഓക്കെ, കോൺ ഇസ് മെയ്ഡ് അപ്പ് ബൈ റോളിംഗ് എ സെക്ടർ. നമുക്ക് ഹൈറ്റ് ഓഫ് കോൺ തന്നു, ആൻഡ് എന്താണ് സ്ലാൻഡ് ഹൈറ്റ് തന്നു. H-ഉം L-ഉം തന്നാൽ നമ്മൾ R² കൂടെ ഇത് ഉപയോഗിക്കുന്നു. റേഡിയസ് നമുക്ക് 12 സെൻറ്റിമീറ്റർ തന്നു. ഇത് ബേസ് റേഡിയസ് ആട്ടോ. ഇനി നമ്മളോട് പറയുന്നത് സെൻട്രൽ ആംഗിൾ. അപ്പോൾ x/360 = R/L. ഓക്കെ, R/R എന്ന് പഠിക്കുന്നവർക്ക് സെയിം ആണ്. ക്യാപിറ്റൽ ആറും സ്മോൾ ലെറ്റർ L-ഉം സെയിം ആണ്. ഓക്കെ, ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് 288 ഡിഗ്രീസ് കിട്ടും. പൊതുവേ നമ്മൾ കാണാത്ത ഡിഗ്രി, പക്ഷേ കറക്റ്റ് ആട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? 1:2 ഇത് മുറിച്ചിട്ടുണ്ട്. A ഇവിടെ, B ഇവിടെ. നമുക്ക് ഈ Pൻ്റെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാം. നിങ്ങൾക്ക് ഈ MN ഈ ഫോർമുല ഉപയോഗിക്കാം, അല്ലെ A + M/M + N × B - A ഉപയോഗിക്കാം. ഏതാണെങ്കിലും ആൻസർ 5,1 വരും കേട്ടോ. 5,1 ആണ് Pൻ്റെ സൂചക സംഖ്യ.
നെക്സ്റ്റ് ഈ കൺസ്ട്രക്ഷൻ എല്ലാവർക്കും അറിയുന്നതാണ് മക്കളെ. ടാൻജൻറ്റ് ഫ്രം എക്സ്റ്റേണൽ പോയിന്റ് 7 സെൻറ്റിമീറ്റർ ഇവിടേക്ക് വരയ്ക്കുന്നു, ഇതിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചിട്ട് ഇതിൻ്റെ സെൻറ്റർ കണ്ടുപിടിക്കുന്നു, ഒരു വലിയ സർക്കിൾ വരയ്ക്കുന്നു, അത് കൂട്ടി മുട്ടുന്ന പോയിന്റ്സിലേക്ക് ടാൻജൻറ്റ് വരയ്ക്കുന്നു. ഇത്രയും വരെ മനസ്സിലായില്ല, അടിപൊളിയായി പോയിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കാം മക്കളെ. ഇത്രയും അടിപൊളിയായി പോയത്. ഓക്കെ, നിങ്ങളുടെ മാർക്ക് എത്രയാണ്? നിങ്ങളുടെ മാർക്ക് ആൻസർ ഷീറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതും ആൻസർ ചെയ്യാം. ഓക്കെ, അടുത്തത് ടാൻജൻറ്റ് എന്നുള്ളതാണ്. PA x ആണെങ്കിൽ ഓക്കെ, PB എത്രയാണെന്ന് ചോദിച്ചാൽ അതെല്ലാവർക്കും കിട്ടും. എക്സും 10ഉം കൂട്ടണം, ഇതാണ് x+10. അതോടെ നിങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കോമൺ മിസ്റ്റേക്ക് ഒഴിവാക്കി അവർ തന്നു. ഓക്കെ, എന്ന് നോക്കിയാൽ നമുക്കറിയാം ഇക്വേഷൻ എന്താ? PC² = PA × PB. PA × PB = PC². നിങ്ങൾ ഈ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ സോൾവ് ചെയ്യാം. ഞാനിവിടെ ക്വാഡ്രാറ്റിക് മെത്തേഡ് സോൾവ് ചെയ്തു. എക്സ് എന്ന് പറയുമ്പോൾ 8ഉം -18ഉം കിട്ടും. മൈനസ് നമ്പർ എടുക്കേണ്ട കാരണം ഇതൊരു നീളമാണല്ലോ. അപ്പം 8 സെൻറ്റിമീറ്റർ എടുത്താൽ നമുക്ക് ആൻസർ കിട്ടി. വളരെ സിമ്പിൾ. ഓക്കെ, അപ്പം ഓവർ കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. നിങ്ങൾക്ക് കംപ്ലീറ്റിംഗ് സ്ക്വയർ വെച്ചിട്ട് +5² വെച്ചിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. x+5² ഇവിടെ എന്തൊരു സ്ക്വയർ കിട്ടും? 8² കിട്ടുക. 8² അല്ല, വേറെ എന്ത് സ്ക്വയർ കിട്ടും? ഓക്കെ, അങ്ങനെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ അങ്ങനെ ചെയ്തു എന്നുള്ളൂ. ഓക്കെ, 13 ആയിരിക്കും മിക്കവാറും. ഓക്കെ, റെഡി. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ കിട്ടി. ഇതിൽ ഓവർ കൺഫ്യൂഷൻ വരേണ്ട ആവശ്യമില്ല. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ ചാനൽ നിങ്ങളൊന്ന് പോയി ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല നിങ്ങളുടെ പേരൻസിന് കാണിച്ചു കൊടുക്കുക, അവർക്ക് യൂസ്ഫുൾ ആക്കി, പേരൻസിനും നിങ്ങളുടെ ചേട്ടന്മാർക്കൊക്കെ. ഓക്കെ, യെസ്, ഇൻ ദ ഫിഗർ AB നമ്മുടെ കാണുന്ന ഒരു ക്വസ്റ്റ്യൻ എവിടെ? നമ്മുടെ ഒരു എലിവേഷൻ ക്വസ്റ്റ്യനിൽ നമ്മൾ എക്സാമിന് തലേന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാ പ്രാവശ്യവും ഡിസ്കസ് ചെയ്യാറുണ്ട്. ഓക്കെ, അതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്. BC 10 സെൻറ്റിമീറ്റർ ആണ്, ABC തന്നിട്ടുണ്ട്. ഓക്കെ, അതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ. ആദ്യത്തെ ആംഗിൾ CBD മക്കളെ 180 - 130 നമുക്ക് കിട്ടും. ഹൈറ്റ് CD കണ്ടുപിടിക്കണമെങ്കിൽ ഇവിടെ 50 ഡിഗ്രി ഉണ്ട്. 50 ഡിഗ്രീൻ്റെ ഓപ്പോസിറ്റ് ഉള്ള ആളെ നമുക്ക് കണ്ടുപിടിക്കണം, ഈ H. ആൻഡ് 50 ഡിഗ്രി ഇതിൻ്റെ ഹൈപ്പോട്ടനസ് അറിയാം. ഓപ്പോസിറ്റും ഹൈപ്പോട്ടനസും തമ്മിലുള്ള ബന്ധം ആരാണ്? സൈൻ പറഞ്ഞുതരും. അപ്പോൾ ഞാൻ sin B അഥവാ sin 50 എടുക്കുന്നു. ഓപ്പോസിറ്റായ CD/10 ഈ BC. അപ്പോൾ ആൻസർ എന്ത് കിട്ടും? CD 8 സെൻറ്റിമീറ്റർ കിട്ടും. അതേപോലെ തന്നെ ഇനി ചോദിക്കുന്ന ചോദ്യം. ഓക്കെ, ഞാൻ ഈ ക്വസ്റ്റ്യൻ പേപ്പറും ആദ്യം വായിച്ചപ്പോൾ പെട്ടെന്ന് എന്താ ചെയ്തത്? ഏരിയ ഓഫ് ട്രയാങ്കിൾ ABC ഞാൻ BDC പെട്ടെന്ന് എടുത്തുപോയി. കാരണം നമ്മൾ പൊതുവെ അതാണ്. അപ്പോൾ ഞാൻ കഷ്ടപ്പെട്ട് കോസൊക്കെ വെച്ചിട്ട് ഇത് കണ്ടുപിടിച്ച് എല്ലാം ചെയ്തു. അതല്ല വേണ്ടത്. ഇവർ ചോദിച്ചത് എന്താണ്? ABC ഈ ട്രയാങ്കിളിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് മക്കൾ ഇതാണ്. CD ആണ് അതിൻ്റെ ഹൈറ്റ്. ഓക്കെ, അപ്പോൾ CD അപ്പോൾ ഹാഫ് ഇൻറ്റു ബേസ് എന്ന് പറയുമ്പോൾ AB തന്നു. CD എന്ന് പറയുമ്പോൾ നമുക്കറിയാം 8 നേരത്തെ കണ്ടുപിടിച്ചു. അപ്പോൾ ആൻസർ എന്താ? 48 സെൻറ്റിമീറ്റർ സ്ക്വയർ. അപ്പോൾ ഹൈറ്റ് ഇതിനുള്ളിലാവണമെന്നില്ല കേട്ടോ, എവിടെയാണെങ്കിൽ പുറത്താണെങ്കിലും കുഴപ്പമില്ല, ഹൈറ്റ് തന്നെയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ പോളിനോമിയൽ F(x) Kൻ്റെ ക്വസ്റ്റ്യൻ ആണ്. സൂക്ഷിച്ച് ചെയ്താൽ P(1) കണ്ടുപിടിക്കുന്ന P(1) വളരെ സിമ്പിളാണ്. 1 ഇട്ട് കൊടുത്താൽ 4 - K വരും. 4 - K നമ്പർ കിട്ടിയാൽ 4 - K ഓക്കെ, ഇറ്റ് ഈസ് ഓക്കെ. ഇനി x-1 ഒരു ഫാക്ടറാണ്, ഇവൻ്റെ ഫാക്ടറാണ് x-1 എങ്കിൽ, x-1 ഫാക്ടർ ആണെങ്കിൽ x = 1 ഒരു സൊല്യൂഷനാണ്. x-1 ഫാക്ടർ ആണെങ്കിൽ x = 1 സൊല്യൂഷനാണ്. അങ്ങനെയാണ് P(1) എന്ന് പറയുമ്പോൾ 0 ആണ്. P(1) നമ്മൾ നേരത്തെ ഇട്ടപ്പോൾ 4 - K കിട്ടി. അപ്പോൾ ഈ 4 - K ശരിക്കും ഒരു 0 ആണ്. അപ്പോൾ K എന്താണ്? 4 ആണ്. ഓക്കെ, തിയറി. ഓക്കെ, ഇനി വെൻ K ഇസ് ദിസ് നമ്പർ അതൊരു സുഖമില്ലാത്ത ഇംഗ്ലീഷ് ആയിരുന്നു അല്ലേ? അപ്പോൾ K 4 ആണെന്നുള്ള നമ്പർ ആണെങ്കിൽ റൈറ്റ് P(x) ഇസ് ദ പ്രൊഡക്റ്റ് ഓഫ് നമ്മൾ എന്താണ് 2 ഫസ്റ്റ് ഡിഗ്രി ആക്കണം. അപ്പോൾ നമ്മളിതാ ഇവിടെ സോൾവ് ചെയ്യാൻ നിങ്ങൾക്ക് ക്വാഡ്രാറ്റിക് ഫോർമുല ഉപയോഗിക്കുക, എന്ത് വേണം ഉപയോഗിച്ചോ. ആഡ് ചെയ്യുമ്പോൾ -3 കിട്ടണം. പ്ലസ് ആണെങ്കിൽ നമ്മൾ മൈനസ് ആക്കുന്നു. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ സെയിം നമ്പർ -4 കിട്ടുന്നു. അത് -4ഉം 1ഉം ആണ്. അപ്പം ഇത് സൊല്യൂഷനാണ്. x -4ഉം 1ഉം നമുക്ക് അറിയാം സൊല്യൂഷനാണ്. പക്ഷെ നമ്മൾ ഫാക്ടറായിട്ട് എഴുതുമ്പോൾ x+4ഉം x-1ഉം. x-1 ഇവിടെ തന്നു, x+4 നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇത് രസകരമായ ക്വസ്റ്റ്യൻ. നമ്മൾ കാണുന്ന ഒരു പാറ്റേണിൽ ഇങ്ങനെ ഫ്രാക്ഷൻ വെച്ചിട്ട് വരാറുണ്ട് പണ്ട്. ഓക്കെ, ഫൈൻഡ് ദി nth ടേം ഓഫ് ദി അരിത്തമെറ്റിക് സീക്വൻസ് 3, 5, 7, 9. അപ്പോൾ മക്കളെ നിങ്ങൾ തോന്നിയത് xn + dn = dn + f - u ഉപയോഗിച്ചിട്ട് 2n + 1 കിട്ടും. ഓഡ് നമ്പേഴ്സിൻ്റെ പാറ്റേൺ. nth ടേം ഓഫ് ഈ സീക്വൻസ് എന്താ വ്യത്യാസം? ഇവിടെ എല്ലാ ടേമിലും 7 ഡിവൈഡ് ചെയ്തു അല്ലേ? അപ്പോൾ നിങ്ങൾ ഫോർമുല ബേസ് ചെയ്താലും കുഴപ്പമില്ല. 2n + 1 ഹോൾ ഡിവൈഡഡ് ബൈ 7. ഓക്കെ, ഹോൾ 7 വെച്ചിട്ട് വേണം മൊത്തം, അല്ലാണ്ട് 2n / 7 അല്ല, മൊത്തം ഡിവൈഡ് ചെയ്യാൻ മറക്കരുത്. ഓൾ ദി ഇൻറ്റീജർ ടേംസ് ഓഫ് ദിസ് അരിത്തമെറ്റിക് സീക്വൻസ്. എന്നാ ഇൻറ്റീജർ ടേംസ് ഉപയോഗിക്കുന്നത്? ഇത് ഇൻറ്റീജർ ആണ്. 3/7 കട്ടായത് പോയിന്റ് നമ്പർ കിട്ടും. ഇതും പോയിന്റ് നമ്പർ. ഇത് 1 അല്ലേ? ഇത് 1. 9/7, 11/7, 13/7, കുറച്ച് കഴിയുമ്പോൾ എവിടെ വരിക? 15/7. എൻ്റെ അമ്മേ 17/7, 18, 19, 21/7. എന്താ ഇത് നോക്കിയേ, ഇതെന്താ? ഇവരൊക്കെ കുറേ നമ്പേഴ്സ് ഉണ്ട്, അതൊന്നും കൂട്ടില്ല, ഇതൊന്നും നമുക്ക് വേണ്ട. ഇതൊക്കെ ഫ്രാക്ഷൻസാണ്, ഡെസിമൽ നമ്പേഴ്സ്, ദശാംശ രൂപങ്ങളാണ്. ഇതിൻ്റെ 3 വന്നു. ഓക്കെ, അപ്പോൾ ഇൻറ്റീജറായ ഇവൻ ഇൻറ്റീജറാണ്, ഇവനും ഇൻറ്റീജറാണ്. അടുത്ത ഇൻറ്റീജർ ഏതായിരിക്കും? 1 കഴിഞ്ഞു, 3 കഴിഞ്ഞു. ഏതാണ് നിങ്ങൾ ഗസ് ചെയ്തേ? 5 ആണ്.
അപ്പോൾ ഇവർ പറയുന്നത് ഇതിൽ വരുന്ന ഇൻറ്റീജേഴ്സ് അഥവാ എണ്ണൽ സംഖ്യ പോലത്തെ സീക്വൻസ് ആ നമ്പറുകളൊക്കെ ഓടേ വരുള്ളൂ എന്നാണ് പറയുന്നത്, ഓടുകളെ വരുള്ളൂ. അപ്പോൾ നമ്മൾ എങ്ങനെ അത് പ്രൂവ് ചെയ്യുക? എല്ലാം അങ്ങനെ എഴുതി കാണിക്കാൻ പറ്റുമോ? ഞാനിപ്പോൾ കാണിച്ചോ, നിങ്ങൾക്ക് വിശ്വാസമായി, പക്ഷേ ടീച്ചറിന് വിശ്വാസമാക്കണം. അപ്പോൾ അതിന് വേണ്ടി എന്താ ചെയ്യുന്നത്? n ഒരു നാച്ചുറൽ നമ്പറാണ്. നമ്മൾ nth ടേം എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ, രണ്ടാമത്തെ, മൂന്നാമത്തെ, നാലാമത്തെ ടേം എന്ന് പറയുള്ളൂ അല്ലേ? 2.5 ഒന്നും പറയില്ലല്ലോ. അപ്പോൾ n നാച്ചുറൽ നമ്പർ ആണെങ്കിൽ 2n എന്ന് പറയുമ്പോൾ എന്താണ്? 2 ഇൻറ്റു എനി നമ്പർ ഇസ് ഈവൺ. അപ്പോൾ ഈവണാണ്. 2 ഇൻറ്റു n എന്ന് പറയുമ്പോൾ എപ്പോഴും ഈവണാണ്. ഒരു ഈവൺ നമ്പർ പ്ലസ് 2n പ്ലസ് 1 എന്ന് പറയുമ്പോൾ ഈവൺ നമ്പർ പ്ലസ് 1 എപ്പോഴും ഓടായിരിക്കും, എപ്പോഴും ഓടായതിൽ സംശയമില്ല. ഓക്കെ, അപ്പോൾ ഒരു ഓഡ് നമ്പറാണ്. അപ്പോൾ 2n പ്ലസ് 1 എപ്പോഴും ഓടാണ്. അപ്പോൾ നമുക്ക് ഈ സീക്വൻസ് 2n പ്ലസ് 1 ഓടാണ്. ഇനി 2n പ്ലസ് 1 ഡിവൈഡഡ് ബൈ 7 ആണുള്ളത്. അപ്പം ഇതൊരു ഓഡ് നമ്പർ, ഓക്കെ, ഡിവൈഡഡ് ബൈ വേറൊരു ഓഡ് നമ്പർ. നിങ്ങളൊരു ഓഡ് നമ്പർ ഡിവൈഡ് ബൈ ഓഡ് നമ്പർ നോക്കിയാൽ 9 ഡിവൈഡ് ബൈ 3 ഇതാ 3 കിട്ടി. ഇതൊരു ഓഡല്ലേ? ശരിയാണ്. വേറെ നോക്കിയോ, 33 ഡിവൈഡഡ് ബൈ 3 എന്താണ് 11, വീണ്ടും ഓഡല്ലേ? അപ്പോൾ ഓഡ് ഡിവൈഡഡ് ബൈ ഓഡ് എപ്പോഴും ഓടാണ് എനിക്ക് കിട്ടുന്നത്. അപ്പം 2n പ്ലസ് 1 ഡിവൈഡ് ബൈ 7 രണ്ട് ഓഡ് നമ്പർ എപ്പോഴും ഹരിക്കുമ്പോൾ ഓടേ കിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് പറയുന്നത് ഓടാണ്. അത്ര എഴുതിയാൽ മതി, ആൻസർ കിട്ടി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ്റെ എല്ലാം വളരെ സിമ്പിളായിട്ട് ഞാൻ കാണിച്ചു തരാം. ഇവിടെ ആൻസർ കീ ഉണ്ട്, ഞാൻ നിങ്ങൾക്ക് എങ്ങനെ കിട്ടിയെന്ന് കാണിച്ചു തരാം. ഓക്കെ, ഫസ്റ്റ് തന്നെ നമ്മൾ തുടങ്ങുന്ന ഒരു ഭാഗം ഒരു സുഖമില്ലാത്തൊരു ഭാഗമാണ്, പൊതുവെ കാണാത്തൊരു ഭാഗം. ഈ ട്രയാങ്കിൾ ഐസോസിലസാണ്. ഇവിടെ 40, ഇവിടെ 40. അപ്പോൾ ഇവിടെ 40 കിട്ടിയാൽ ഇവിടെ 40, 80 പോയി. ഈ ട്രയാങ്കിളിൽ ബാക്കി 100 ഡിഗ്രി 180 കിട്ടി. ഇവിടെ 100 ആണെങ്കിൽ ഇതിൻ്റെ പകുതി ഇവിടെ മേജർ ആക്കിൽ 50 വന്നു. ഓക്കെ, ഇവിടെ 50 ആണെങ്കിൽ അതിൻ്റെ സപ്ലിമെൻ്ററി ഇവിടെ 130 വന്നു. ഓക്കെ, അത്രയും കിട്ടി. ഇനി അടുത്തത് OAയും AQയും പെർപെൻഡിക്കുലർ, കാരണം റേഡിയസും ടാൻജൻറ്റും ആരവും എന്താണ് തൊടുവരയും. അപ്പോൾ ഇത് മൊത്തം 90 ഡിഗ്രി മൊത്തം. ഇവിടെ 40 ഡിഗ്രി, ഇവിടെ 20 ഡിഗ്രി പോയി. അപ്പം 90ൽ 40യും 20 മുമ്പ് 60 പോയി. ബാക്കി ഇവിടെ വരുന്ന എത്രയാ? 30 ഡിഗ്രി. അപ്പം ഇത് 30 ഡിഗ്രി. ഇനി അതല്ല, ഇതല്ലാണ്ട് കണ്ടുപിടിക്കണമെങ്കിലോ നിങ്ങൾക്ക് ഇവിടെ 50 എന്ന് കിട്ടി. ഇതും ഈ 50യും ഇതൊക്കെ സെയിം ആയിരിക്കും കേട്ടോ. ഇതും ഇവിടെ 50 ആണ്. ഓക്കെ, കോഡും ടാൻജൻറ്റും തമ്മിൽ. അപ്പോൾ ഇവിടെ 50 ആണെങ്കിൽ 20 കുറച്ചാൽ ബാക്കി ഇവിടെ 30 വരില്ലേ വരിക. ഓക്കെ, ഇഷ്ടമുള്ള രീതി കണ്ടുപിടിച്ചോ. ആൻസർ ഇവിടെ എല്ലാത്തിനെയും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ആംഗിൾ ചോദിച്ചിട്ടില്ല, ഇവിടെ 30 ആയിട്ട് വരിക. ഇവിടെ 20 ആണെന്ന് വിചാരിക്കരുത് കേട്ടോ. ഇവിടെ ചോദിക്കുകയാണ് 30 ആണ്. ഓക്കെ, അപ്പോൾ ഇതിന് ആൻസർ കിട്ടിയല്ലോ. BAQ 30 ആണ്, BCA 30 ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമ്മുടെ പ്രോബബിലിറ്റിയിലെ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇത് വരയ്ക്കുക, ടോട്ടൽ എഴുതാൻ മറക്കരുത്. ടോട്ടൽ എഴുതിയില്ലെങ്കിൽ തെറ്റും. ഓക്കെ, അപ്പോൾ നോക്കിയാൽ ബ്ലാക്കും ശ്രദ്ധിക്കണം. ബ്ലാക്കും കിട്ടാന്ന് പറഞ്ഞാൽ ഇതൊന്നും ബ്ലാക്ക് ആണ്, ഇതിനും ബ്ലാക്ക്. അപ്പം 25 ബ്ലാക്ക് ഇവിടെ ഉണ്ട് 30ൽ, ഇവിടെ 10 ബ്ലാക്ക് ഉണ്ട് 50ൽ. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1/6 കിട്ടും. ഓക്കെ, നിങ്ങൾ ഈ നമ്പർ എപ്പോഴും 1500 നമ്പർ വെച്ചോ ആവശ്യം വരും. ഇനി ഇവർ പറയുന്നത് ശ്രദ്ധിക്കുക, a black ball from the first boy and white ball. ഇത് ശ്രദ്ധിക്കേണ്ടത്, ആദ്യത്തെ പെട്ടി എനിക്ക് ബ്ലാക്ക് തന്നെ വേണം, രണ്ടാമത്തെ പെട്ടിന്ന് വൈറ്റ് വേണം. അപ്പോൾ ആദ്യത്തെ പെട്ടിയിൽ 25/30 ഇൻറ്റു 40/50 അത് ഞാൻ ഇവിടെ ചെയ്യുമ്പോൾ എനിക്ക് 2/3 അല്ലെങ്കിൽ 1000/1500 കിട്ടി. ഇനി ശ്രദ്ധിക്കേണ്ടത് 1 ബ്ലാക്ക് ആൻഡ് 1 വൈറ്റ് ബോൾ. ഇവർ പറഞ്ഞ ഏതെങ്കിലും പെട്ടിയൊന്നും എനിക്ക് വിഷയമല്ല, 1 ബ്ലാക്ക് 1 വൈറ്റ്. ഓക്കെ, ഒരു സെക്കൻഡ്. ഓക്കെ, ഒരു സെക്കൻഡ്. അപ്പോൾ 1 ബ്ലാക്ക് ആൻഡ് 1 വൈറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് എനിക്ക് ഇതിന്ന് ബ്ലാക്ക് ആണെങ്കിൽ ഇവിടുന്ന് വൈറ്റ് കിട്ടണം, അതൊരു ഓപ്ഷൻ. അല്ലെങ്കിൽ ഇവിടുന്ന് വൈറ്റ് ആണ്, ഇവിടെ ബ്ലാക്ക്. അപ്പം നമ്മൾ ഈ കാൽക്കുലേറ്റ് ചെയ്ത് അവൻ ഓൾറെഡി ഉണ്ട്, പ്ലസ് ഫസ്റ്റ് പെട്ടിയിൽ നിന്ന് വൈറ്റും ഇന്ന് ബ്ലാക്ക് കിട്ടുന്ന ഓപ്ഷനും കൂടി കാൽക്കുലേറ്റ് ചെയ്ത് രണ്ടും കൂടി കൂട്ടുമ്പോൾ നമുക്ക് 1050/1500 കിട്ടും. അതുകൊണ്ട് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ നമ്പർ ഇങ്ങനെ വെച്ചത്. 21/13 എഴുതാം. ഓക്കെ, റെഡി ആണല്ലോ. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇവിടെ സെൻറ്റർ ഓഫ് ദ സർക്കിൾ എന്ന് പറയുമ്പോൾ ഇവൻ്റെ മിഡ് പോയിൻ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇതാണ് സെൻറ്റർ. അപ്പം മിഡ് പോയിൻറ്റ് ഫോർമുല ഉപയോഗിച്ചിട്ട് നിങ്ങൾ കണ്ടുപിടിച്ച് 1,7 കിട്ടും. റേഡിയസ് കണ്ടുപിടിക്കണം. റേഡിയസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ സെൻറ്റർ കിട്ടിയല്ലോ എന്താണ് 1,7. ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസോ ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് എവിടെ കാൽക്കുലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് 5 യൂണിറ്റ് കിട്ടിക്കോളും. സെൻറ്റിമീറ്റർ അല്ല, യൂണിറ്റ്സ്. ഇക്വേഷൻ മക്കളെ 1,7 കിട്ടി, റേഡിയസ് 5 കിട്ടി. അപ്പോൾ x-1² പ്ലസ് y-7² ഇവിടെ 5² കഴിഞ്ഞു. ഇത്രയുള്ള സംഭവം ബേസിക് ക്വസ്റ്റ്യൻ ആണെന്ന് ചോദിച്ചത് കേട്ടോ. ഓക്കെ, റെഡി. അടുത്തത് നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 19ാമത്തെ ക്വസ്റ്റ്യൻ. സ്ലാൻഡ് ഹൈറ്റ് ഓഫ് എ സ്ക്വയർ പിരമിഡ്. ആണ് തന്നത്. ഓക്കെ, തന്നു 15. ലാറ്ററൽ സർഫസ് LSA തന്നു. എന്താണ്? പാർശ്വമുഖ പരപ്പളവ് എന്താണ്? 2AL ആണെന്ന് നമുക്കറിയാം, 270. ഇനി നമ്മളോട് ബേസ് എഡ്ജ്. അപ്പം തന്നു, എന്താണ് LSA തന്നു. അപ്പോൾ നമ്മൾ ഈ A കണ്ടുപിടിക്കണം. ഈ ഇക്വേഷനിൽ ഇട്ട് കൊടുത്താൽ നമുക്ക് A കിട്ടും 9 സെൻറ്റിമീറ്റർ. ഓക്കെ, അത് കിട്ടി. ഹൈറ്റ് കണ്ടുപിടിക്കണം.
എച്ചും എല്ലും ഉണ്ടെങ്കിൽ എ കണ്ടുപിടിക്കുക. ഹാൽ ഫോർമുല ലഭിക്കുക. ഹാലും ഉണ്ടായിരുന്നു, അലക്സും ഉണ്ടായിരുന്നു അല്ലേ, എ എല്ലിയും എച്ച് എ എല്ലും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഫോർമുല ലഭിക്കാൻ നമുക്ക് എച്ച് കിട്ടുക ഒരു √204.75. നിങ്ങൾക്ക് വേണേൽ അപ്രോക്സിമേറ്റ്ലി 200 റൂട്ടിനടുത്ത് വരെ മക്കളെ 14 റൂട്ട് എടുക്കുക. ഏകദേശം 14 പോയിന്റ് എത്ര വരും കാൽക്കുലേറ്റ് ചെയ്യണ്ട. ഓക്കെ, ഇതിങ്ങനെ തന്നെ വെച്ചോ. നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്രോക്സിമേറ്റ്ലി എന്താണ് 14 എഴുതാം, 14.1 എന്നല്ല എഴുതിക്കോ വേണമെങ്കിലും. ഓക്കെ, ഇനി അത് കിട്ടി. ഇനി വോളിയത്തിലേക്ക് കൊണ്ടിട്ട് 1/3 a²h അങ്ങനെ തന്നെ വെച്ച കുഴപ്പമില്ല. 27 ഇൻറ്റു ഈ നമ്പർ, അത്ര ഒരു സംഭവം. ഓക്കെ, ഓവർ കോംപ്ലിക്കേറ്റഡ് ആക്കണ്ട. പൊതുവേ റൂട്ടുകൾ വരാറില്ല ഇങ്ങനെ, പക്ഷെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇതിന് കറക്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ഒന്ന് അറിയിക്കുക, ഞാൻ പിൻ ചെയ്ത് വെക്കാം കേട്ടോ. ഓക്കെ, PQRS ഇക്വലാറ്ററൽ ട്രയാങ്കിൾ, ഇതൊരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആണ്. കണ്ടാൽ പുതിയൊരു ഡയഗ്രമാണ്, പക്ഷേ പേടിക്കണ്ട. ശരി, അതാണ് ഞാൻ പറഞ്ഞത്. കണ്ടാൽ പുതിയൊരു ഡിസൈൻ ചെയ്ത ക്വസ്റ്റ്യൻ പോലെ ഉണ്ട്, പക്ഷേ കോൺസെപ്റ്റ്സ് ഒക്കെ നമുക്ക് അറിയുന്ന കേട്ടോ. ഒന്ന് നോക്കിയാൽ പെരിമീറ്റർ, ഇക്വലാറ്ററൽ ട്രയാങ്കിളിലെ പെരിമീറ്റർ എന്താ 3a. അപ്പം 3a എന്ന് പറയുമ്പോൾ 18, a എന്ന് പറയുമ്പോൾ ഒരു സൈഡിൽ 6 സെൻറ്റിമീറ്റർ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റൻ എന്താണ് PQ. ഓക്കെ, ഇവനാണെങ്കിലും എല്ലാം 6 സെൻറ്റിമീറ്റർ ആണ്. ഫൈൻഡ് ദ ലെങ്ത് ഓഫ് PB. ഈ PB കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങളൊരു ഫോർമുല ഓർക്കണം. നോക്കിയാൽ PA ഇൻറ്റു PB, ഇതൊരു ഡയമീറ്റർ ആണ്. അവനെ പെർപെൻഡിക്കുലർ ആയിട്ട് കട്ട് ചെയ്യുമ്പോൾ ഇത് കോഡ് കട്ടാവും. എന്താണ് PA PBC PC² ഓർമ്മയുണ്ടല്ലോ, അതിനെ PQ² ആയി. അപ്പോൾ നിങ്ങൾ PB സോൾവ് ചെയ്ത് തരുമ്പോൾ നിങ്ങൾക്ക് കിട്ടും 4 സെൻറ്റിമീറ്റർ. PA PBC PQ². ഇനി റേഡിയസ് കണ്ടുപിടിക്കണം. എന്താ ചെയ്യേണ്ടത്? നിങ്ങൾക്ക് ഈ മൊത്തം ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. മൊത്തം ഡിസ്റ്റൻസ് PB നമ്മൾ കണ്ടുപിടിച്ചത് 4 ആണ്. PA നമ്മൾ കണ്ടുപിടിച്ചത് എത്രയാണ്? 9 ആണ്. 9 + 4 എത്രയാണ് മക്കളെ? 13. അപ്പോൾ ഇവിടുന്ന് AB എത്രയാണ്? 13 ആണ്. അത് ഡയമീറ്റർ, അതിൻ്റെ പകുതിയാണ്. ഓക്കെ, വീണ്ടും ഒരു സുഖമില്ലാത്ത നമ്പേഴ്സ്. പൊതുവേ നമുക്ക് കറക്റ്റ് നമ്പേഴ്സാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ കിട്ടാറ്. ഇതൊരു ഡിഫറൻ്റ് ആയിട്ട് പോയിന്റ് നമ്പേഴ്സൊക്കെ വരുന്നുണ്ട്. മീഡിയൻ്റെ നമ്മൾ എപ്പോഴും പ്രതീക്ഷിക്കുന്ന സ്റ്റാറ്റിസ്റ്റിക്സിന് സിമ്പിൾ. ഈ സ്റ്റാറ്റിസ്റ്റിക്സ് ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി ഞാൻ ഒരു കോളം ഉണ്ടാക്കി 1 2 3 4 5 ലൈനിൽ ആൻസർ തരുന്നു. അത്രയുള്ള സമയം 5 മാർക്കിന് 5 ലൈൻ മതി, വലിയ കോംപ്ലിക്കേഷൻ വേണ്ട. ഫസ്റ്റ് തന്നെ ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി എഴുതുക. 2 + 4 6, അത് +3 എത്ര 9, +5 14, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, അത് എഴുതി. 25 ആൾക്കാരുള്ളതുകൊണ്ട് മീഡിയം എന്ന് പറയുമ്പോൾ 13ാമത്തെ ആളാണ്, 13ാമത്തെ വരുന്ന ആൾ. ഇനി ഇഫ് പീപ്പിൾ അത് കിട്ടി, ആസ് പെർ അസംപ്ഷൻ ഫൈൻഡ് ദ വെയിറ്റ് ഓഫ് ദ 10ാമത്തെ സാങ്കല്പിക എന്താണ് തുക എത്ര, തുകയല്ല എന്താണ് വെയിറ്റ് എത്രയാണ്. ഓക്കെ, അപ്പം നോക്കിയേ 1 മുതൽ 2 വരെ ഇവിടെ, ഇത് ഞാൻ പിന്നെ എഴുതിയത് കേട്ടോ. അപ്പം 9ാമത്തെ ആൾ വരെ ഇവിടെ, 10ാമത്തെ ആൾ ഇവിടെ, 10 മുതൽ 14 വരെ ഇവിടെയാണ്. അപ്പോൾ 10 ഇവിടെ. അപ്പം ഇതിലെ ഫസ്റ്റ് ആളെ കണ്ടുപിടിക്കാൻ എന്താ? ഫസ്റ്റ് ആളെ കണ്ടുപിടിക്കാൻ ഇതിൻ്റെ ലോവർ ഇത് +d/2. പ്ലസ് എന്താണ്? ഇവരുടെ ഒരു ഡിവിഷൻ /2. അപ്പോൾ D കണ്ടുപിടിക്കണം എന്ന് പറയുമ്പോൾ D എന്ന് പറയുമ്പോൾ അപ്പർ മൈനസ് ലോവർ /n. അപ്പോൾ 70 - 60 / 5 എത്രയാണ്? 2. അപ്പം L + d/2 എന്ന് പറയുമ്പോൾ 61 വരും. 61 ആണ് 10ാമത്തെ ആളുടെ. ഇനി 13ാമത്തെ ആളാണ് നമുക്കറിയാം മീഡിയൻ. അപ്പോൾ 10ാമത്തെ ആൾ +3 ഡിവിഷൻ, 3 ചാട്ടം. അപ്പം 61 + 3 × 2 ആണ് ഡിവിഷൻ. അപ്പോൾ 61 + 6 67. ഓക്കെ, 67 കിലോസാണ് മീഡിയൻ വെയിറ്റ്. ഓക്കെ, ഈ കൺസ്ട്രക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഏറ്റവും കുറവ് ചോദിച്ചിട്ടുള്ള കൺസ്ട്രക്ഷൻ, പക്ഷേ ഞാൻ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ഇക്വലാറ്ററൽ ട്രയാങ്കിൾ വരയ്ക്കുന്നത്, അത് നിങ്ങൾ എന്താണ് പ്രൊട്രാക്ടർ വെച്ചിട്ടോ അല്ലെങ്കിൽ കോമ്പസ് വെച്ചിട്ടോ സിമ്പിളായിട്ട് വരയ്ക്കുന്നത്. ഇനി എന്താണ് ചെയ്യേണ്ടത്? ആംഗിൾ ബൈസെക്ടർ, ഇവൻ്റെ ആംഗിൾ സമഭാഗം ചെയ്യുന്നത് ഇവൻ്റെ അവ കിട്ടി. ഈ സെൻറ്റർ കിട്ടിയിട്ട് കുറേ ആൾക്കാർ എന്ത് ചെയ്യും? സാർ നമുക്ക് ഇത് ഇങ്ങോട്ടേക്ക് വരച്ചിട്ട് ഇങ്ങനെ വരച്ചാലോ? തെറ്റും. അങ്ങനെയല്ല ചെയ്യേണ്ടത്. നിങ്ങൾ ഇവിടെ വരെ എത്തിയിട്ട് ഓക്കെ ഈ സെൻറ്റർ കിട്ടി, സാർ സർക്കിൾ എവിടെ വരെ റേഡിയസ്, ഇതാണോ റേഡിയസ്, എങ്ങനെ കിട്ടുക? വളരെ സിമ്പിൾ. ഇവിടെ നിന്ന് നിങ്ങളൊരു വലിയ ആർക്ക് വരയ്ക്കും ഇങ്ങനെ. ഓക്കെ, അപ്പോൾ ഈ 2 പോയിന്റ് കിട്ടിയല്ലോ. ഈ 2 പോയിന്റിൻ്റെ ലംബ സമവാക്യം വരയ്ക്കുക ഇവിടെ. ആ പോയിൻ്റാണ് നിങ്ങളുടെ റേഡിയസ്. എന്നിട്ട് വരയ്ക്കണം. അത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ ഓൾ കൺസ്ട്രക്ഷൻസ് ലൈവ് ഈ ചാനലിലുണ്ട്, ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം. എന്താണെങ്കിലും പോയി കാണണം നിർബന്ധമായിട്ട്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ആയിരിക്കും നിങ്ങൾക്ക് ചിലപ്പോൾ ഡൗട്ട് ഉള്ളത്, പക്ഷേ ടഫ് നല്ല സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നോക്കാം. ഓക്കെ, റെഡി. എങ്ങനെയാണ് ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ നോക്കിയാൽ ഫസ്റ്റ് തന്നെ ഡയഗ്രത്തിലേക്ക് വരാം. ഡയഗ്രത്തിൽ നിന്ന് എക്സ്പ്ലെയിൻ എനിക്ക് വേറെ ഒന്നും വേണ്ട. ഓക്കെ, ഫസ്റ്റ് തന്നെ ഇവർ എന്താ ചെയ്യുക? ഈ ആംഗിൾ ചോദിച്ചു OAP. മക്കളെ ഇതൊരു റേഡിയസും ഒരു ടാൻജൻ്റ്, PA ടാൻജൻ്റ് എന്നാണ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഓക്കെ, PA ടാൻജ്. അപ്പോൾ എന്താണ് 90 ഡിഗ്രി. ഓക്കെ, ഇവിടെ 90 ഡിഗ്രി, ഇവിടെ 30 ഡിഗ്രി, ഇവിടെ 60 ഡിഗ്രി. ഇത് വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾ ആയിട്ട് ഇവിടെ 60 ഡിഗ്രി, ഇവിടെ 30 ഡിഗ്രി. അപ്പോൾ 2 ട്രയാങ്കിൾ ഓക്കെ തന്നിട്ടുണ്ട്. ടാൻജൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ട്, അതേപോലെ ചെറുതായിട്ട് കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ട്. ഓക്കെ, അത് കിട്ടി. ഇനി എന്താ നമുക്ക് വേണ്ടത്? ഇവിടെ 90ൻ്റെ ഓപ്പോസിറ്റ് 4 ഓക്കെ, അപ്പോൾ 13ൻ്റെ ഓപ്പോസിറ്റ് അതിൻ്റെ പകുതി, ഇവിടെ 2. ഓക്കെ, ഇവിടെ 2√3. ഓക്കെ, ഇനി എന്താണ് വേണ്ടത്? ഇത്രയും കിട്ടി. ഇവിടെ 2 ആയതുകൊണ്ട് മക്കളെ OA 2 ആയതുകൊണ്ട് OBയും 2 ആണ്. കാരണം രണ്ടും എന്താണ് സർക്കിളിലെ റേഡിയസ് ആണ്. ഇവിടെ 2, 19ൻ്റെ ഓപ്പോസിറ്റ് 2 ആയിട്ട് 13ൻ്റെ ഓപ്പോസിറ്റ് 1, ഇവിടെ 1√3. ഓക്കെ, ഇതാണ് ഞാനിവിടെ ആൻസറിൽ കൊടുത്തിരിക്കുന്നത്. ഇത്ര ഉള്ള സംഭവം. ഓക്കെ, എല്ലാത്തിനും ആൻസർ ഇതാ.
ഇവിടെ സർക്കിൾ ഉണ്ട്, ടാൻജൻ്റ് ഉണ്ട്, ടാൻജൻ്റ് ഉണ്ട്, ട്രിഗ്നോമെട്രി ഉണ്ട്, കോർഡിനേറ്റ്സ് ഉണ്ട്. 3 ചാപ്റ്ററിൽ നിന്ന് മിക്സ് ചെയ്ത് തന്ന ചോദ്യമാണ്. അപ്പോൾ ഇതാണ് ഞാൻ പുതിയൊരു ഡിസൈൻ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം ഈ കാര്യം ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, ഇത് രസകരമായൊരു പാറ്റേൺ ആണ്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ഫോർ ഫസ്റ്റ് ടേംസ് ഓഫ് ദ സീക്വൻസ്? ഓരോ സീക്വൻസിലും ഒന്നാമത്തെ പദങ്ങൾ തമ്മിൽ, അപ്പം നോക്കിയേ 7ഉം 6ഉം തമ്മിൽ വ്യത്യാസം പറഞ്ഞാൽ 1. ഓക്കെ, അപ്പോൾ 1 കിട്ടി. അതാണ് ചോദിച്ചത്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ഓഫ് ഫിഫ്ത്ത് ടേംസ്? ആദ്യത്തെ ടേംസ് തമ്മിൽ വ്യത്യാസം 1, സെക്കൻഡ് ടേംസ് തമ്മിൽ വ്യത്യാസം 2, മൂന്നാമത്തേൽ 3, നാലാമത്തെ 14. അപ്പോൾ മക്കളെ nth ടേം തമ്മിലുള്ള ഡിഫറൻസ്, nth ഡിഫറൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? n ആണ്. ഓക്കെ, അപ്പം 5ാമത്തെ ടേമുകൾ തമ്മിലുള്ള വ്യത്യാസം 5 ആണ്. ഓക്കെ, കാൽക്കുലേറ്റ് ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ദ സം ഓഫ് ഫസ്റ്റ് 20 ടേംസ്. ഓക്കെ മക്കളെ, ഇതിൽ ഞാൻ പറഞ്ഞു ഫസ്റ്റ് ടേമിൻ്റെ വ്യത്യാസം 1 ആണ്, സെക്കൻഡ് ടേമിൻ്റെ വ്യത്യാസം 2 ആണ്, തേർഡ് ടേമിൻ്റെ ഡിഫറൻസ് അപ്പം 20ാമത്തെ ടേമിൻ്റെ വ്യത്യാസത്തിൽ 20, 19ാമത്തെ ടേമിൻ്റെ വ്യത്യാസം. അപ്പം ഈ 1, 2, 3, 4 ഇങ്ങനെ പോയി 20 വരെ ആഡ് ചെയ്യാൻ, സമ്മ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഡിഫറൻസസ് ബിറ്റ്വീൻ ടേംസ് ഞാൻ മാത്രം എഴുതിയാൽ 1, 2, 3, 4, 20 വരെ ഉണ്ടാവും. ആ 20 × n+1/2 ഉപയോഗിച്ചാൽ എനിക്ക് 210 കിട്ടും. ആദ്യത്തെ 20 എണ്ണൽ സംഖ്യയുടെ തുക, ഫസ്റ്റ് സം ഓഫ് ഫസ്റ്റ് 20 നാച്ചുറൽ നമ്പേഴ്സ്, അത് കിട്ടി. ഇനി ഇവർ ചോദിക്കുന്നത് കാൽക്കുലേറ്റ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ 40th ടേംസ് ഓഫ് 5n+1 6n+1. ഓക്കെ, 2 സീക്വൻസ് ഉണ്ട്, 6n+1 ആൻഡ് 5n+1. അവിടെ 40ാമത്തെ ടേമിൻ്റെ വ്യത്യാസമാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നോക്കി നിങ്ങൾ ഇതിൻ്റെ 40ാമത്തെ ടേം കണ്ടുപിടിച്ചേ. ഇതിന് 40 241, ഇതിന് 40ാമത്തെ ടേം 201. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം 6n+1, അതിൽ നിന്ന് മൈനസ് ചെയ്യുന്നത് 5n+1. ഓക്കെ, അപ്പോൾ നിങ്ങളിത് 2 മൈനസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് n കിട്ടും. n ആണ് ഇവർ തമ്മിലുള്ള ഡിഫറൻസുകൾ. ഓക്കെ, അപ്പോൾ ഇനി n 40 ഇട്ട് കൊടുത്താൽ നിങ്ങൾക്ക് 40 = 40 കിട്ടും. 40 കിട്ടിക്കോളും. ഈ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ നോക്കിയാൽ 40ാമത്തെ ടേം സെക്കൻഡ് സീക്വൻസ് 241, ഇതിൽ 201, രണ്ട് തമ്മിലുള്ള വ്യത്യാസം 40. അല്ലെങ്കിൽ നിങ്ങൾ 6n-1 - 5n-1 എത്രയാണ്? നിങ്ങൾ ബാക്കി ഒരു n വരും, n-ന് 40 ഇട്ട് കൊടുത്താലും കിട്ടും. ഏത് ലോജിക്ക് വേണമെങ്കിൽ ഉപയോഗിച്ചാൽ ആ പാറ്റേൺ കണ്ടുപിടിക്കുക ചെയ്യുക എന്ന് മാത്രമേ അവർ ഉദ്ദേശിക്കുന്നുള്ളൂ കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, സ്ലോപ്പ് കണ്ടുപിടിക്കുക. സ്ലോപ്പ് 1/2. ഇത് മക്കളെ വൈകൾ തമ്മിലുള്ള വ്യത്യാസം ഡിവൈഡഡ് ബൈ എക്സുകൾ തമ്മിലുള്ള വ്യത്യാസം. ഇക്വേഷൻ ഓഫ് ദ ലൈൻ എന്താണ്? y - 50 × m × x - x0. ഇതാണ് നിങ്ങൾ കിട്ടുന്ന ലൈന്. ഇഫ് എ ഈസ് എ പോയിന്റ് ഓൺ ദ ലൈൻ a, 7, അപ്പം എക്സിന് നിങ്ങൾ a ഇട്ട് കൊടുത്താൽ y-ന് 7 ഇട്ട് കൊടുത്താൽ നിങ്ങൾക്ക് a എന്താണ് കിട്ടുന്നതെന്ന് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ a ഇട്ടു 7 ഇട്ടു, a എന്താണ്? 18 എന്ന് കിട്ടി, 18 കിട്ടി. ഓക്കെ, അപ്പോൾ 18, 7 ആണ് പോയിന്റ്. ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദ പോയിന്റ് വെർ ദ ലൈൻ കട്ട്സ് ദ y ആക്സിസ്. y ആക്സിസ് എന്ന് പറഞ്ഞാൽ x 0 ആണെന്ന് ആർക്കൊക്കെ അറിയാമെന്ന് കമൻറ്റ് ചെയ്തേ. എല്ലാവരും ഫയർ ഇമോജി അറിയാം. x 0 എന്ന് പറഞ്ഞാൽ y ആക്സിസ്, y 0 എന്ന് പറഞ്ഞാൽ x ആക്സിസ്. അങ്ങനെ ഒരു ലോജിക്ക് ഞാൻ തിയറിയിൽ പഠിപ്പിച്ചിട്ട് ആ കാര്യം മറക്കരുത്. അപ്പോൾ നിങ്ങൾ x 0 ഇട്ടാൽ നിങ്ങൾക്ക് y-ന് എന്ത് കിട്ടുന്നത്? -2. അപ്പോൾ x 0, y -2 ആണ്. 0, -2ലാണ് എന്താണ് ലൈൻ y ആക്സിസ് കട്ട് ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് വോളിയം ഓഫ് എ സ്ഫിയർ വിത്ത് റേഡിയസ് 4/3 πr³ ഇട്ടാൽ ഇവൻ കിട്ടും. വോളിയം ഓഫ് ദ കോൺ വിത്ത് ബേസ് റേഡിയസ് ഹൈറ്റ്, അത് നിങ്ങൾ 1/3 πr² ഇട്ടാൽ ഇത് കിട്ടി. ഇനി ഇവർ ചോദിക്കുന്നത് എത്ര ഈ രണ്ടാമത്തെ ഷേപ്പിൽ നിന്ന് ഈ ഫസ്റ്റ് ഷേപ്പിൽ നിന്ന് എത്ര രണ്ടാമത്തെ ഷേപ്പ് ഉണ്ടാക്കാം? V1 എന്ന് പറഞ്ഞാൽ എത്ര V2, ഇതിനെ നമുക്ക് V2 എന്ന് വിളിക്കാം. V2. ഓക്കെ, V2 ഉണ്ടാക്കാം എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം നമുക്ക് എഴുതാം V1 എന്ന് പറഞ്ഞ ഈ സാധനം കൊണ്ട് നമുക്ക് n × V2 ഉണ്ടാക്കാം. ആ n ആണ് കണ്ടുപിടിക്കേണ്ടത്. രണ്ട് സൈഡിൽ നിങ്ങൾക്ക് π 3 കട്ടാക്കി, പിന്നെ ഈ 80 ഇങ്ങോട്ടേക്ക് താഴെ 4000/80 50 എണ്ണം ഉണ്ടാക്കാം. 50 ഇരട്ടി വലുപ്പമാണ് ഇതുള്ളത്. അപ്പം ഇങ്ങനത്തെ 50 എണ്ണം ഉണ്ടാക്കാൻ പറ്റും. സിമ്പിൾ ക്വസ്റ്റ്യൻ, മെൽറ്റിംഗ് റീകാസ്റ്റിംഗ് നമ്മൾ പ്രാക്ടീസ് ചെയ്ത പോലെ തന്നെ. ഓക്കെ, സം ഓഫ് ദ ഫസ്റ്റ് 10 ടേംസ് ഓഫ് ദ സീക്വൻസ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് 4 ടേംസ് ആകുമ്പോൾ 4 ഇട്ട് കൊടുക്കാം. ഓക്കെ, 4 ഇട്ട് 36 കിട്ടി. ഹൗ മെനി ടേംസ് ഓഫ് ദി സീക്വൻസ് മസ്റ്റ് ബി ആഡഡ് ടു ഗെറ്റ് 300? ഇത് എത്ര ഈക്വൽ 300 ആണ്. ഓക്കെ, പക്ഷേ അപ്പോൾ n എത്രയാണ് വരേണ്ടത്? ഇത് നിങ്ങളിങ്ങനെ എഴുതുക, എന്നിട്ട് 300 ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരിക. ഓക്കെ, സൈഡ് മാറ്റാം. ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷന്, രണ്ടാംകൃതി സമവാക്യം സോൾവ് ചെയ്ത് തരുമ്പോൾ നിങ്ങൾക്ക് 15ഉം -20ഉം കിട്ടും. -20 പദങ്ങൾ എന്ന് പറയുന്ന ടേംസ് ഇല്ല, നമുക്ക് 15 ടേംസ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. സോ 15 ടേംസ് ഉപയോഗിച്ചാൽ ഇത് ആൻസർ ചെയ്യും. 15 ആണ് ആൻസർ, 15. ഓക്കെ, ഇനി എനിക്ക് ഒന്ന് കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ ഉള്ളൂ. പിന്നെ മക്കളെ ഞാൻ റിമൈൻഡ് ചെയ്യാണ്, നിങ്ങൾക്ക് ശക്തി ക്രാഷ് ബാച്ചിൽ എല്ലാ കാര്യങ്ങളും കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് +1 ഏത് ബാച്ചിൽ അഡ്മിഷൻ എടുത്താലും കിട്ടും. നിങ്ങൾ ശക്തി ക്രാഷ് ബാച്ചിൽ ജോയിൻ ചെയ്യണമെന്നില്ല. ഇതിൽ +1 നിങ്ങൾ അഡ്മിഷൻ എടുത്ത് എല്ലാം കിട്ടി. +1ഉം സെറ്റ് ആക്കാം. +1 ഞാൻ ഗ്യാരണ്ടിയാണ് നിങ്ങൾക്ക് എക്സാമിനർ ഓൺലൈൻ ക്ലാസ്സസ് വളരെ യൂസ്ഫുൾ ആയിരിക്കും ആദ്യം മുതൽ പഠിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ നിങ്ങൾ +1 എത്തുമ്പോൾ ജോയിൻ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് SLC ഫ്രീ ആയിട്ട് കിട്ടും. ആ കാര്യം മറക്കണ്ട, വേഗം ജോയിൻ ചെയ്തോളൂ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇവിടെ എന്താണ്? ഒരു കൺസ്ട്രക്ഷൻ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ എൻ്റെ ബാച്ചിലെ കുട്ടികളാണെങ്കിൽ എന്താണ് നമ്മുടെ എലിവേഷൻ ഡിപ്രഷൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ ഇത് തന്നെയാണ് ഡിസ്കസ് ചെയ്തത് അല്ലേ? ഇത് CBSE ബേസ്ഡ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് പാറ്റേണിലേക്ക് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻ ഓപ്പോസിറ്റ് സൈഡ് എന്നുള്ള പ്രീവിയസ് ഇയറിൽ ഒരേ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളൂ. അത് 2 ടവറുള്ള, ഇത് ഒരേ ടവറുള്ള
ഓപ്പോസിറ്റ് സൈഡിൽ 2 ആൾക്കാർ നോക്കുന്ന ക്വസ്റ്റ്യൻ പൊതുവെ വരാറിൽ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇവിടെ ഒരു ബോയ് ഉണ്ട് 45 ഡിഗ്രി നോക്കുന്നു 40 മീറ്റർ അവേ ഫ്രം എ ടവർ. ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് 38 ഡിഗ്രി ഒരു ഗേൾ നോക്കുന്നു സെയിം ടവറിന്. ഓക്കെ, അപ്പോൾ അതാണ് ലോജിക്ക്. സി ഹൈറ്റ് ഓഫ് ടവർ കണ്ടുപിടിക്കാൻ വളരെ സിമ്പിൾ. ആ ടവർ 90 ഡിഗ്രിയിലാണ് വളരുന്നത്. 45 45 90. ഓക്കെ, അപ്പോൾ ഇവിടെ 40 ആണ്, ഇവിടെയും 40 ആണ്. ആ കാര്യം മറക്കരുത്. അപ്പോൾ ഹൈറ്റ് ഓഫ് ടവർ വളരെ സിമ്പിൾ കിട്ടി. ഇനി അത് വെച്ചിട്ട് ഈ കുട്ടീൻ്റെ ഈ ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഇതിന് ഡി എന്ന് വിളിച്ചോ. അപ്പോൾ 38ൻ്റെ ഓപ്പോസിറ്റ് ഉള്ള ആൾ ടവർ, അടുത്തുള്ള ആൾ ഡിസ്റ്റൻസ്. ടവർ നമുക്കറിയാം, ഡിസ്റ്റൻസ് നമ്മൾ കണ്ടുപിടിക്കണം. ഓപ്പോസിറ്റ് ബൈ അഡ്ജസ്റ്റൻ്റ് ടാൻ ആയതുകൊണ്ട് ടാൻ 38 ഉപയോഗിക്കുക. അപ്പോൾ ഹൈറ്റ് ബൈ ഡിസ്റ്റൻസ്, ഹൈറ്റ് ടവറാണ്, ഡിസ്റ്റൻസ് ഡി ആണ്. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 50 മീറ്റർ കിട്ടും. സെൻറ്റിമീറ്റർ എന്ന് എഴുതരുത്. വളരെ സിമ്പിൾ 5 മാർക്ക് ക്വസ്റ്റ്യൻ. ഇത്ര എഴുതിയാൽ മതി, ധാരാളം, വേറെ ഒന്നും വേണ്ട. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആൻഡ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലെ ലാസ്റ്റ് പേജിൽ കൊടുത്ത സെയിം ടേബിൾ തന്നെ കൊടുത്തു അല്ലേ. സി ഇവിടെ പറഞ്ഞ എന്താണ്, സൈൻ 1 എന്ന് പറയുമ്പോൾ സൈൻ ഇതിൻ്റെ നമ്പർ കൂടുന്തോറും സൈൻ്റെ നമ്പർ കൂടും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സൈൻ 1 എന്ന് പറയുമ്പോൾ ഇത് സൈൻ 2 അതിനെക്കാളും വരും, സൈൻ 3 അതിനെക്കാളും വരും, സൈൻ 4 അങ്ങനെ സൈൻ്റെ ഉള്ളിൽ നമ്പർ കൊടുത്താൽ അതിങ്ങനെ വലുതായിക്കൊണ്ടിരിക്കും. കോസ് എന്ന് പറഞ്ഞാൽ കോസ് 1 എന്ന് പറഞ്ഞാൽ വലിയ നമ്പറാണ്, കോസ് 2 എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ചെറുതായിക്കൊണ്ടിരിക്കും. കോസിൻ്റെ ഉള്ളിലുള്ള നമ്പർ വലുതാകുമ്പോൾ മൊത്തം സാധനം ചെറുതാകും. ഓക്കെ, അതാണ് സംഭവം. അപ്പം നെക്സ്റ്റ് ലൈൻ ഓഫ് ദ പാറ്റേൺ എന്താ, സൈൻ. അപ്പോൾ വേറെ രസകരമായ കാര്യം, സി സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ കോസ് 90 - x സപ്ലിമെൻ്ററി ആണ്. അപ്പോൾ സൈൻ 10 എന്ന് പറഞ്ഞാൽ കോസ് 80 ആയിരിക്കും. അതാണ് സംഭവം. അവർ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ 90 ആയിരിക്കണം. അപ്പോൾ നോക്കിയാൽ സൈൻ 1 കോസ് 89, സൈൻ 2 കോസ് 88. ഇത് രണ്ടും കൂടി നമ്പർ ആഡ് ചെയ്ത് 90 കിട്ടണം, 100 അല്ല. അപ്പോൾ സൈൻ 5 എന്ന് പറയുമ്പോൾ സൈൻ എന്താണ്, സോറി കോസ് 85 അത്രേ ഉള്ളൂ. അത് എഴുതിയാൽ മതി, ആൻസർ കിട്ടി. കോസ് സൈൻ 10 എന്ന് പറയുമ്പോൾ കോസ് കെ എത്ര, സൈൻ 10 എന്ന് പറയുമ്പോൾ 90 - 10 എത്ര, 80. സൈൻ എക്സും കോസ് എക്സും എപ്പോഴും സെയിം ആവുക, നടുക്കിൽ വരുമ്പോൾ 90ൻ്റെ പകുതി 45. അത് നിങ്ങൾക്ക് എല്ലാവർക്കും ട്രിഗ്നോമെട്രി പഠിച്ചവർക്ക് അറിയാം. വിച്ച് ഓഫ് ദി ഫോളോവിങ് ഈസ് കറക്റ്റ് മക്കളെ. സൈൻ ചെറിയ നമ്പർ ആണെങ്കിൽ എന്താണ്, ചെറുതാണ്. അപ്പോൾ സൈൻ 1 സൈൻ 5 ആണ് വലുത്, ഇവനാണ് വലുത്. അപ്പോൾ ഇത് തെറ്റാണ്. കോസ് ചെറിയ നമ്പറാണ് വലുത്. അപ്പോൾ കോസ് 1 കോസ് 5 ആരെ വലുത്, ഇങ്ങനെ വരേണ്ടത് കോസ് 1 വലുത്. അപ്പോൾ ഇതും തെറ്റും. കോസ് 85 ചെറുത്, കോസ് 86. കോസ് വലിയ നമ്പർ എന്ന് പറയുമ്പോൾ ചെറുതും ചെറിയ നമ്പർ എന്ന് പറയുമ്പോൾ വലുത്. അപ്പോൾ ഇതും തെറ്റ്. അപ്പോൾ ലാസ്റ്റ് 1 ആണ് ശരി. ഓക്കെ, ഇനി ഇത് ഇൻക്രീസിങ് ഓർഡറിൽ എഴുതണം. സൈൻ 80 സൈൻ 40 കോസ് 60 കോസ് 60. ഓക്കെ, നോക്കിയാൽ സൈൻ 80 സൈൻ 40 കോസ് 80 എന്ന് പറയുന്നത് സൈൻ 10 ആണ്, സൈൻ 10 ആണ്. ഇനി ആലോചിച്ചേ, സൈൻ 10 ഏറ്റവും ചെറിയത്, സൈനിലെ ചെറിയ നമ്പർ ചെറുതാണ്, സൈൻ 40 പിന്നെ സൈൻ 80. അപ്പം നമുക്ക് സൈൻ 10 എഴുതാൻ പറ്റുന്നത് തന്നെ കോസ് 80 സൈൻ 40 സൈൻ 80. ഇതാണ് ഇൻക്രീസിങ് ഓർഡർ. ഇവൻ ചെറുത് ഇവിടേക്ക് പോകുമ്പോൾ വലുതാവുന്നു. ഓക്കെ, റെഡി. ഇത്രയും ആൻസർ ഇതെന്ന് വിചാരിക്കുന്നു. ഒബ്വിയസ്ലി ഞാൻ ഈ പറയുന്ന പോലെ എനിക്ക് കുറച്ച് സമയം എടുത്തുള്ളൂ അല്ലേ, കുറച്ച് മിനിറ്റുകൾ എടുത്തുള്ളൂ, 30 മിനിറ്റ് എടുത്തുള്ളൂ പറഞ്ഞു പോകാൻ. നിങ്ങൾക്ക് എക്സാം ഹാളിൽ ഇരിക്കുന്ന ആൾക്ക് ടെൻഷൻ ഉണ്ടാവും, കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. 110 മാർക്കിനുള്ള കാര്യം ഏകദേശം എഴുതിയിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ 80 മാർക്കിനുള്ള എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫുൾ മാർക്ക്, 72+ ഉണ്ടെങ്കിൽ ഫുൾ A+ കിട്ടി. ഫുള്ളല്ല, മാത്സിൽ A+ കിട്ടി. എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ വീണ്ടും നിർബന്ധിച്ച് പറയുകയാണ് മക്കളെ, ഒരു ദിവസത്തെ ഒരു എക്സാമിൻ്റെ തലേന്ന് മാത്രം ലൈവ് അറ്റൻഡ് ചെയ്ത് വന്നാൽ ഓക്കെ, ചിലപ്പോൾ നിങ്ങൾക്ക് ഇതിൽ എല്ലാ ആൻസർ ചെയ്യാൻ പറ്റില്ല. ഞാൻ പറയണേ 70-80% ആൻസർ ചെയ്യാൻ പറ്റും, അത് രസകരമായ കാര്യമാണ്. പക്ഷെ നിങ്ങൾക്ക് എല്ലാം വേണം. ഇനിയിപ്പോൾ നോക്കിയതാ ഇവിടെ ഈ ട്രിക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, ഈ ട്രിക്ക് ക്വസ്റ്റ്യൻ ചിലപ്പോൾ കിട്ടിയില്ലെങ്കിൽ അത് കിട്ടണമെങ്കിലും ഈ കൺസ്ട്രക്ഷനൊക്കെ ഈ കൺസ്ട്രക്ഷനൊക്കെ ഞാൻ എല്ലാ ലൈവിലും പറയില്ല, തലേ ദിവസത്തെ ലൈവിലല്ല, അതിന് മുൻപ് പറയും, കൺസ്ട്രക്ഷൻ ലൈവിൽ പറയും. അപ്പോൾ ഇത് പഠിക്കണമെങ്കിലും ഓക്കെ. അപ്പം എല്ലാം അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ നന്നായിട്ട് പഠിക്കും. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ കുറേ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്, കോംപ്ലിക്കേറ്റഡ് കുറേ കോൺസെപ്റ്റ്സ് ഉള്ളത്. അതൊക്കെ വേണമെങ്കിൽ നിങ്ങൾ മാക്സിമം നേരത്തെ ക്ലാസ്സുകൾ കണ്ടു തുടങ്ങുക. ഇഫ് പോസിബിൾ നിങ്ങൾ ബാച്ചിൽ ജോയിൻ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ യൂട്യൂബ് ക്ലാസ് ഫോളോയാണ് നേരത്തെ തുടങ്ങുക എന്നുള്ളൊരു അഡ്വൈസ് ഉണ്ട്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ എക്സാമിന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഇത്രയും വരെ നിങ്ങൾ ലൈവ് അവസാനം വരെ ലൈവ് ഈ വീഡിയോ കണ്ടവർക്കാണെങ്കിൽ ഒരു ജംബോ എന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്യും, ഒന്നറിയാൻ വേണ്ടിയിട്ട് അവസാനം വരെ എത്ര ആൾക്കാരുണ്ടെന്ന്. ഓക്കെ, അപ്പോൾ ജംബോ എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട, വേറെ ആരോടും പറയണ്ട. ഓൾ ദി ബെസ്റ്റ് ഫോർ എക്സാം. ബാക്കി ഏതിന് ആൻസർ കീ വേണമെന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ.